ഹലോ ഗേൾസ്, പി കെ ഫാമിലി സി കെ എം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ ചെലവ് കുറഞ്ഞ് റോസ്മേരി വാട്ടർ വീട്ടിൽ തയ്യാറാക്കാം എന്നാണ്. അപ്പം ഞാൻ റോസ്മേരി വാട്ടർ വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോൾ ഇക്കയാണ് പറഞ്ഞത് ഇതിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ ഇത് നമുക്ക് ഫ്രഷ് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ലുലുവിൽ പോയപ്പോഴാണ് നമ്മൾ ഈ ഒരു പാക്ക് വാങ്ങിയത്. 89 രൂപയാണ് ഈ ഒരു പാക്കിന് വരുന്നത്. ഇപ്പം മുടി വളരാനായിട്ട് എല്ലാവരും യൂസ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ റോസ്മേരിയുടെ വാട്ടർ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്കിൽ ഇത്രത്തോളം ഉണ്ടാകും. ഇതിൽ നിന്നൊരു 10 ലീഫ് എടുത്തിട്ടാണ് നമ്മൾ റോസ്മേരി വാട്ടർ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് കുക്കിങ്ങിനൊക്കെ ഉപയോഗിച്ച് വരുന്നതാണ് ഈ റോസ്മേരിയുടെ ലീഫ്. അത്രക്ക് ഗുണമുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പാത്രത്തിലേക്ക് ഈ ഒരു ഗ്ലാസ് വെച്ച് 4 ഗ്ലാസ് വെള്ളമാണ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയത്. അപ്പോൾ ഇത് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കുക. അത് ഒന്ന് ചൂടാവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ലീഫ് ഒന്ന് കഴുകിയിട്ട് നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞാൽ തന്നെ ഇത് നല്ലൊരു ലൈറ്റ് മഞ്ഞ കളറും അതുപോലെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്തതിന് ശേഷം തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കുക. തണുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു അരിപ്പ വെച്ച് അരിക്കുക. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം ഒരു 20 ദിവസത്തോളം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു വാട്ടർ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബൗളിലേക്ക് ഇത് ഒഴിച്ചത്. ഇതേ കളറാവും നമ്മളത് ഇട്ട് തിളപ്പിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ഒരു 5 സ്പ്രേ ബോട്ടിലാണ് നമ്മൾ വാങ്ങിയത്. അത് നമുക്കൊരു 6 ബോട്ടിലോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇത് മുടി കൊഴിച്ചിലിനും അതുപോലെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻക്കും ഇത് കൂട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഓക്കെ, ബായ്.